ഇ.പി. ജയരാജന്റെ വിശദീകരണത്തിലേക്ക് ആദ്യം തന്റെ രാഷ്ട്രീയം ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ മാറുന്നതല്ല എന്ന് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട്. മുഖ്യമന്ത്രിയുടെ പേര് അനാവശ്യമായി വലിച്ചൊഴിച്ചു. അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വൈദേഹത്തിലെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെത്തുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇ.പി. പറഞ്ഞു. തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത വാർത്തയാണ്. ആ വാർത്തയ്ക്ക് അധികം ആയുസില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രണ്ടും കൈനീട്ടി സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടേത് മഹത്തായ സന്ദേശമാണെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. വിമർശനം ഒരു വലിയ സന്ദേശമാണ്. അത് എല്ലാവർക്കുമുള്ളതാണ്, ഞങ്ങൾക്കുള്ളതാണ്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്കുള്ളതാണ്, മാധ്യമങ്ങൾക്കുമുള്ളതാണ്. എല്ലാവരും പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചാണ്. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. ഇവിടെ യഥാർത്ഥത്തിലൊരു വേട്ടയാടലാണ്. ഞാനത് മാധ്യമങ്ങളോട് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരു മാർച്ച് 23 ഇപ്പം നിങ്ങളെല്ലാം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. പല രാഷ്ട്രീയക്കാരും ഇവിടെ വരാറുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ രാഷ്ട്രീയക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും ഇവിടെ വരാറുണ്ട്. ആ വരുന്നവരൊക്കെ ഇവിടെ വന്നാൽ അവരോട് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല, ഇറങ്ങിപ്പോ എന്നൊന്നും ഞാൻ പറയാറില്ല. വന്നാൽ എല്ലാവരും വന്നാലും ഇവിടെ ഒരു ചായ കൊടുക്കാൻ പറ്റിയൊരു ചായ കൊടുക്കും. നിങ്ങൾക്കും യഥാർത്ഥം എനിക്ക് ചായ തരാൻ പറ്റാത്തതാണ് എൻ്റെ വിഷമം എന്ന് പറയുന്നത്. അത് ഇപ്പോഴല്ല, ഞാൻ നേരത്തെ ശീലിച്ചിട്ടുള്ളൊരു ശീലമാണത്. ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് 23 മാർച്ച് മാസം 5-ാം തീയതി ഞാനവിടെ തിരുവനന്തപുരത്ത് മകൻ്റെ ത്രികയുടെ പിറന്നാളാണ്, അന്നിട്ട് അവിടെ എത്തിയതാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ദല്ലാൽ നന്ദകുമാറും ജാവേദ്കറും അവിടെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ എനിക്ക് യഥാർത്ഥത്തിൽ ആദ്യം അത്ഭുതമായിരുന്നു. എന്താ ഇത്, ഇദ്ദേഹം തന്നെ അല്ലേന്ന് തന്നെ ഞാൻ സംശയിച്ചു പോയി. അപ്പോൾ ഞാനതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഇതുവഴി പോകുന്നതാണ്. വളരെ അടുത്താണ്, നാഷണൽ ഹൈവേയുടെ അടുത്ത് തന്നെയാണ് ഈ ഫ്ലാറ്റ്. ആരോ പറയുന്നത് കേട്ടു, അങ്ങനെ നാഷണൽ ഹൈവേയുടെ അടുത്തുള്ളൊരു ഫ്ലാറ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിലേ പോകുന്ന അവസരത്തിൽ പിന്നെ നിങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഞാനിവിടെ BJPയുടെ എന്തോ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നുണ്ട് കുറച്ചു കാലമായി. ഇതുവരെ നിങ്ങളുമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ഞാൻ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളുമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞാൽ വളരെ സന്തോഷം നിങ്ങൾ വന്നതിൽ. ഞാൻ പറഞ്ഞു, എനിക്കൊരു പാർട്ടി മീറ്റിംഗിൽ ഞാൻ ഇറങ്ങുകയാണ്, വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ആകെ എല്ലാം കൂടി നോക്കിയാൽ ഒരു വർത്തമാനം തന്നെ ഒരു 3-4 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാനത് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ മകനും മാത്രമല്ല അവരുടെ ബന്ധുക്കൾ, ഈ മകൻ്റെ ഭാര്യയുടെയും മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് ഒരു ചായ കഴിച്ചിട്ട് വേണമെങ്കിൽ പോകാം. അല്ല വേണ്ട, ഞങ്ങൾ അങ്ങനെ ഒന്നിച്ചങ്ങിറങ്ങി. ഇറങ്ങിയപ്പോൾ 2 ഇതുണ്ട് ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൽ അദ്ദേഹവും നന്ദകുമാറും കയറി, മറ്റേ ലിഫ്റ്റിൽ ഞാനും പോയി. ഞാൻ എൻ്റെ വഴിക്ക് പോയി. ഇതാണ് ആകെ ഉണ്ടായിട്ടുള്ളൊരു സംഭവം. ആ സംഭവത്തെ എങ്ങനെയാണ് ഇവിടെ എടുത്തു കൊടുത്തത്? ഞാനെന്തോ CPM വിട്ട് ഞാൻ BJP ആകാൻ പോകുന്നു. എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചു? എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു പരിശോധന നടത്തി? അന്ന് തന്നെ അന്ന് ഈ വന്നുപോയി. ഇത് ഇപ്പോഴും ഇലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 2-3 സംഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ പുറപ്പെട്ടു. അതെല്ലാം പാളിപ്പോയി. അത് ഇടതുപക്ഷ വിരുദ്ധർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായിട്ടില്ല സുധാകരനും അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ആസൂത്രിതമാണ് ഈ പരിപാടി. അതല്ലെങ്കിൽ ഇത്തരത്തിൽ എനിക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കൂ. എങ്ങനെയാണ് എന്നെപ്പോലെയുള്ള ഒരാളെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുക? നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഈ മാധ്യമങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പിന്നെ എന്താ തൃശ്ശൂരിൽ വെച്ച് കണ്ടു, നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരിശോധിച്ചോ? തൃശ്ശൂരിലാണെങ്കിൽ അവിടെ രാമനിലയല്ലേ, CCTV ഇല്ലേ?
അവിടെ ജീവനക്കാരില്ലേ, റെക്കോർഡില്ലേ, പുസ്തകമില്ല, എല്ലാം നിങ്ങൾ നോക്കിയോ? ഞാനവിടെ കുറേ കാലമായിട്ട് ഞാൻ പോകാറില്ല. പോയിട്ട് അവിടെ ഞാൻ പോയ ദിവസം ഏതാന്ന് നോക്കി, ആ ദിവസം കണ്ടുപിടിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണാത്മകമായ ഒരു പരിശോധന നടത്തണ്ടേ? ഞാൻ ഏത് പിന്നെ ശോഭാ സുരേന്ദ്രനെ കാണാൻ എനിക്ക് അവരുമായിട്ട് ഒരു പരിചയമില്ല. ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അവരെ ഞാൻ നേരിട്ട് അടുത്ത് കാണുന്നത്, ഇത്ര ദൂരത്ത് കാണുന്നത് തന്നെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കോട്ടയത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ മൈതാനത്ത് അവിടെ സ്റ്റേജിൽ നേതാക്കന്മാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി കുറേ കസേരയുണ്ട്, വലിയ ജനക്കൂട്ടായിരുന്നു. അവിടെ ഞാനും മറ്റു പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജിൻ്റെ അങ്ങേ വശത്ത് ഈ സ്ത്രീ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നാണ് അവരെ ഒരു അടുത്ത് കണ്ടു എന്ന് പറയുന്നതിൻ്റെ അതാണ്. ഇങ്ങനെ ഒരു സ്ത്രീ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉടനടി വിശ്വാസികളെടുത്ത് തെറ്റായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിക്കലാണ്. എന്തെങ്കിലും വാർത്ത പറയുമ്പോൾ ഉടനടി അത് വാർത്ത പ്രസിദ്ധീകരിക്കലാണ്. സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത്. സുധാകരൻ പറയുന്നത് ഗൾഫിലാണ് ഗൂഢാലോചന. ഗൾഫിലാ ഗൂഢാലോചന സുരേന്ദ്രൻ പറഞ്ഞാൽ, അല്ല സുധാകരൻ പറഞ്ഞാൽ പരിശോധിക്കണ്ടേ? ഞാൻ ഗൾഫ് പോയിട്ട് എൻ്റെ വർഷത്രയായി. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് അവിടെ പോയത്. എന്തെങ്കിലും വിളിച്ചു പറയുക. പിന്നെ ഡൽഹി, ഞാൻ 2-2.5 വർഷത്തിലധികമായി ഡൽഹിയിൽ തന്നെ പോകാറ്. ആകെ ഞാൻ ഡൽഹി പോയി എന്ന് പറയുന്നത് നമ്മുടെ MLA മാരും മന്ത്രിമാരും ഡൽഹിയിൽ സമരം നടന്നപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഒരു 2.5 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഡൽഹിയിൽ പോയത്. എന്തെങ്കിലും ഒരു വാർത്ത പറയുമ്പോൾ ഉടനടിക്ക് വാർത്ത കൊടുക്കലാണ്. എന്നെപ്പോലെ ഒരാളെ കൊടുക്കുമ്പോൾ അത് എന്തെങ്കിലും സത്യമുണ്ടെന്ന് നോക്കണ്ടേ? അപ്പോൾ വ്യക്തിഹത്യ നടത്താൻ, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, രാഷ്ട്രീയത്തെ നശിപ്പിക്കാൻ, ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയായ ധർമ്മമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നെക്കുറിച്ച് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾ കൊടുത്തോളൂ, പ്രസിദ്ധീകരിച്ചോളൂ. എന്നെക്കുറിച്ച് നിങ്ങൾ വൈകുന്നേരത്തെ ചർച്ചയിൽ അവതാരകൻ തന്നെ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തുകൊള്ളൂ, തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കത്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്ത് ഇപ്പോൾ 2 ദിവസമായിട്ട് അതിന് ശേഷം എന്താ പ്രധാനം? എന്തിനാണ് രാവിലെ ഇത് പറഞ്ഞത്? തലേന്ന് രാത്രി വൈകുന്നേരം മുതൽ ഇത് പറഞ്ഞിട്ട് അത് നിഷേധിക്കാത്ത എന്തുകൊണ്ട്? ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അവതാരകൻ ഞാൻ കേട്ടു. ഇതുവരെ നിഷേധിച്ചിട്ടില്ലല്ലോ. അതായത് ഈ മറ്റേ ശോഭാ സുരേന്ദ്രനല്ല, നമ്മളെ ദല്ലാൾ പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഒന്നും നിഷേധിച്ചിട്ടില്ലല്ലോ. അത് ശരിയാണെന്നല്ലേ എൻ്റെ അർത്ഥം. എന്ന് അതിൻ്റെ തലേന്ന് ഉച്ച മുതൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സുധാകരനെതിരായിട്ട് തലേന്ന് ഉച്ചയ്ക്ക് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. സുധാകരൻ BJP-യിലേക്ക് പോകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ രാജയുമായി, അദ്ദേഹം BJP നേതാവാണ്, അവിടത്തേക്ക് വിളിച്ചു, അവിടെ കൊണ്ടുപോയി, അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നു. എല്ലാം നടന്നു. ഇവിടുത്തെ തന്നെ BJP നേതാക്കൾ സുധാകരനുമായി സംസാരിച്ചു. അത് സുധാകരൻ അംഗീകരിച്ചതാണ്. അത് ശരിയായിരുന്നു എന്ന് സുധാകരൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ സുധാകരൻ BJP-യിലേക്ക് പോകാൻ പോകുന്നു ഞാൻ പറഞ്ഞു. അതിന് 1 മണിക്കൂർ കഴിയുമ്പോൾ കൗണ്ടറായിട്ട് ഞാൻ തന്നെ BJP-യിലേക്ക് പോകുന്നു എന്ന് വാർത്ത കൊടുക്കുന്നത് എന്ത് ധാർമ്മികതയുടെയും സത്യത്തിൻ്റെയും വശമായിട്ടാണ്? എന്താ നിങ്ങളുടെ കൈവശത്തിനുള്ളത്? ഇങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനടി രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ അങ്ങ് മാറിപ്പോകുന്നതാണോ? നിങ്ങൾ ആലോചിക്കണ്ടേ എന്താ അതിൻ്റെ ലക്ഷ്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അത് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ്. അതിൽ അനാവശ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ വലിച്ചെടുക്കുക. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ അനാവശ്യമായി വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ പറഞ്ഞത്. രാവിലെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പത്രക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ. നിഷേധിച്ചില്ലെങ്കിൽ നിങ്ങളെ വാർത്ത എന്താ? നിഷേധിച്ചില്ല, അത് ശരിയാണ്. ഇല്ലെങ്കിൽ നിഷേധിക്കേണ്ടതായിരുന്നില്ലേ? അത് മറച്ചു വെച്ചു, പറഞ്ഞില്ല, നിങ്ങൾ വാർത്ത കൊടുക്കും. അത് കൊടുക്കാതിരിക്കാൻ എന്താ? ഉള്ള സത്യങ്ങൾ പറഞ്ഞേക്കാം. ആ സത്യങ്ങൾ പറഞ്ഞു. അതാ ഉണ്ടായിട്ടുള്ള കാര്യം. താങ്കളെക്കുറിച്ച് ഇപ്പം ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നയാണ് പറഞ്ഞതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ താങ്കൾ വിശദീകരണം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ദല്ലാളിൻ്റെ കൂടെയാണല്ലോ ജാവ്ദേക്കർ വന്നത്. ഈ ദല്ലാളൊരു ഫ്രോഡാണ്, ഇയാളുടെ ഒരു ചുരുക്കോ അങ്ങനെ. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ജാവേദ്കർ, BJP-യുടെ ദേശീയ നേതാവാണ്. എങ്ങനെ വന്നു നിങ്ങൾ ആദ്യം ആലോചിക്കും. അതല്ലേ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്? നിങ്ങൾ ചോദിച്ചു ആരെങ്കിലും?
അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞങ്ങൾ അത്തരം ആളുകളെ അമിതമായി വിശ്വസിക്കാറില്ല. ഞങ്ങളുടെയൊക്കെ പലരും വരും, കാണും, വർത്തമാനം പറയും. ഞാൻ പൊതുവെ വരുന്നവരെ വളരെ പറഞ്ഞു വിടാറില്ല. ഏത് ആളുകൾ ചിലപ്പോൾ വളരെ സത്യസന്ധമായിട്ടുള്ള പരാതിയായിരിക്കും, കേൾക്കും. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതൊന്നും കേൾക്കണ്ടേ? ഇപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു. അവരിപ്പോൾ ഇത് ട്രോൾ അടിച്ചുകൊണ്ട് വൈദികം അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം 1-ാം തീയതി. അതുകൊണ്ടാണ് 5-ാം തീയതി ജാവേദ്കറെ കണ്ടത്. അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ടില്ല. റെയ്ഡ് നടത്തിയിട്ട് കാര്യം എന്താണെന്ന്? അവിടെ ഇൻകം വേണ്ടേ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഷെയർ കമ്പനി നമ്മൾ നെറ്റിൽ നോക്കിയാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഇല്ലേ? ഏതിനെക്കുറിച്ചാണ് വിവരം ഇല്ലാത്തത്? അത് നടത്തുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റ്, ചികിത്സാ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പ്രൊഫഷണലായിട്ടൊരു കമ്പനിയാണ്. ആ കമ്പനി അവരെക്കുറിച്ച് എല്ലാ വിവരങ്ങളും നെറ്റിൽ കിട്ടൂലേ? ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോലും അത് ഒന്ന് നിങ്ങൾ നെറ്റിൽ നോക്കി അപ്പം തന്നെ ഇവർ കമ്പനി ആരൊക്കെ അതിൻ്റെ ആൾ, അതിൻ്റെ ഷെയർ എന്ത്, വ്യക്തതയല്ലേ? അതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യം? ഞാനുമായിട്ട് എൻ്റെ ഭാര്യ അതിലൊരു ഷെയർ ഹോൾഡറാണെന്നുള്ളത് ശരിയാണ്. ഞാനത് മറച്ചു വെച്ചിട്ടില്ലല്ലോ. എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അവരത് ഇൻവെസ്റ്ററാണ്. ശരിയായ വഴിയിൽ അതിലുള്ള എല്ലാ പൈസയും ശരിയായ വഴിയിൽ വന്നിട്ട് പൈസ എവിടെയുള്ളൂ. അവിടെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അത് ആർക്ക് പോയി പരിശോധിച്ച് അതൊക്കെ ഇൻകം ടാക്സ് ആയിരുന്നില്ല. ഈ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ് തന്നെ നോക്കുന്നതാണ്. അത് ചാരിറ്റബിൾ, അത് ഇതിൻ്റെ ഓഡിറ്റർമാർ പരിശോധിക്കുന്നതാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നോക്കിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തെ കുറിച്ചിട്ട് ഒന്നൊരു കഥ ഒപ്പിക്കില്ലേ? കഥ ഒപ്പിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് 5-നാണ്, മറ്റേത് മാർച്ച് 1-നാണ്. ഇരിക്കട്ടെ, ഒരു പാലം ഇതിൻ്റെ മേലെ ചാർത്തി കൊടുക്കുക. അങ്ങനെ ഒരു പത്രധർമ്മം ഉണ്ടോ? ഒരു വാർത്ത കൊടുക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഉള്ളത് കൊടുത്തോളൂ. നിങ്ങൾ കൊടുക്കുന്നതിലേ ഞങ്ങൾക്ക് ആയിരിക്കാം എതിർപ്പുള്ളത്. ഈ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുത്ത് വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മുഖ്യമന്ത്രി പറഞ്ഞ ഉൾപ്പെടെ കൂട്ടുകെട്ടിൽ ജാഗ്രത ഉണ്ടായില്ല എന്നുള്ള വിമർശനം അംഗീകരിക്കുന്നുണ്ടോ? അത് മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം ഞാൻ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല, അത് അദ്ദേഹം എന്നോട് മാത്രം ഈ സമൂഹത്തോട് നൽകിയിട്ടുള്ള മഹത്തായൊരു സന്ദേശമാണത്. മാധ്യമക്കാരോടും കൂടെ സന്ദേശമാണത്. നിങ്ങളും ഇത്തരം കൂട്ടുകെട്ടുകളും സംഭവങ്ങളിലേക്കും നിങ്ങളും ആകർഷകരായി പോകരുത്. സാമ്പത്തികമായിട്ട് നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്യാൻ പലതരത്തിലുള്ള വിഷമങ്ങൾ ഉപയോഗിച്ച് വട്ടം കറങ്ങി നടക്കുന്നവരുണ്ട്. അതിലൊന്നും നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്നുള്ള മഹത്തായൊരു സന്ദേശമാണത്. അതെല്ലാവർക്കുമുള്ള സന്ദേശമാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാമുള്ള മഹത്തായൊരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. ആ അടിസ്ഥാനത്തിലാണോ കണ്ടത്? നിങ്ങൾ എപ്പോഴും നോക്കിയാലും അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് നിരീക്ഷിക്കുന്നില്ലല്ലോ. വേറെ വഴിയിലല്ലേ നോക്കുന്നത്? ആ നോക്കുന്നതാണ് തെറ്റായിട്ടുള്ള സമീപനം. അതുകൊണ്ട് ശരിയായ നിലയിൽ മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണം. സത്യസന്ധമായി കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും എതിർക്കാൻ സാധിക്കില്ല. വസ്തുനിഷ്ഠമായിരിക്കണം. ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ നന്ദകുമാർ വന്നതൊരു ട്രാപ്പിൻ്റെ ഭാഗമാണെന്ന് ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. അല്ല, ഞാൻ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ പറ്റിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി എന്നെ പറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്നെ വഞ്ചിക്കാനോ ചതിക്കാനോ പറ്റിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനൊന്നും ശ്രമിക്കാത്ത ആളാണെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിയും കഴിവും ശക്തിയും കൊണ്ട് ഇത്തരത്തിലുള്ളതിനെല്ലാം പ്രതിരോധിക്കാൻ ജാഗ്രതയോടുകൂടി പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം. ആ തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന കാര്യം. അതാണ് ഞാനും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഒരാൾ മാത്രമല്ല, ഞാനത് യാദൃച്ഛികമായിട്ട് അത് പറഞ്ഞത്, എന്നെ ഒരു ട്രാപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഗൂണ്ടാ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. ആ ഗൂണ്ടാ കേന്ദ്രം ഞാൻ രക്ഷപ്പെട്ടത് മഹാഭാഗ്യം കൊണ്ടാണ്. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അബദ്ധത്തിൽ ഒന്നും. എനിക്കവിടെ പോയപ്പോൾ ഒരു ഷാള്, അപ്പോൾ അവിടെ നോക്കുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇത് അബദ്ധത്തിലാണ് ഞാനുള്ളതെന്ന് മനസ്സിലായി.
ആ ഷാള് അകത്തെ വിളിച്ച് അപ്പം തന്നെ ഞാനെന്ത് ചെയ്തു മനസ്സിലായി, ഈ ഷാളങ്ങ് മാറ്റി ഞാൻ അപ്പം തന്നെ വണ്ടി കയറി രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഈ കൂടിക്കാഴ്ച പാർട്ടി അറിയിച്ചിട്ടില്ല. കൂടിക്കാഴ്ച ഞാൻ എന്നെ കാണുന്ന ആളെല്ലാം എൻ്റെ അടുക്ക വന്ന് നിങ്ങൾ കാണുകയാണ്. ഇത് പാർട്ടി നിർദ്ദേശിച്ച കൂടിക്കാഴ്ചയല്ല, ഞാൻ അങ്ങോട്ട് പോയി കാണുന്ന കൂടിക്കാഴ്ചയല്ല. എന്നെ കാണാൻ ഒരാൾ വരുന്നു, നിങ്ങളെല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട്, ഞാനത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണോ? ഞാൻ ചോദിക്കുന്നത് ഈ കാണുന്ന ആളത് മുഴുവൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ആരെല്ലാം വരുന്നു? ഞാൻ പറയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ തന്നെ ആരൊക്കെ വന്നിട്ടുണ്ട്, ഏതെല്ലാം പാർട്ടിക്കാർ വന്നിട്ടുണ്ട്, അത് ഈ വരുന്നത് പാർട്ടികൾ റിപ്പോർട്ട് ചെയ്യേണ്ട. ഇവിടെ നയപരമായ പ്രശ്നമോ രാഷ്ട്രീയമായ പ്രശ്നങ്ങളോ ഒന്നും ചർച്ച ചെയ്യുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നില്ല. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെടാൻ വന്നതാണ്, ഞങ്ങൾ ഇതിലൂടെ പോകുമ്പോൾ വന്നതാണ് എന്ന് അദ്ദേഹത്തെ പോലെ ഒരാൾ പറഞ്ഞ് ഞാൻ വിശ്വസിക്കണോ? അദ്ദേഹം എന്തോ ലക്ഷ്യം വെച്ച് ഗുണ്ടായുസത്തിന് വന്നതാണ് ഞാൻ വിചാരിക്കണോ? ഒരിക്കലും ഞാനതൊന്നും വിചാരിക്കില്ല. അപ്പോൾ ഒരു മാന്യമായിട്ടുള്ള ഒരാൾ വന്നാൽ ആ മാന്യമായ നിലയിൽ തന്നെ പെരുമാറുക എന്നുള്ളതല്ലാതെ അദ്ദേഹം ഇന്ത്യയിലെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് വളരെ ചിരിച്ച് വർത്തമാനം പറഞ്ഞു. ഏത് പാർട്ടി വിശദീകരണം? അതിൽ നിങ്ങളുണ്ടാക്കിയതല്ലേ? ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങളുണ്ടാക്കിയതല്ലേ? എന്താ എന്നെ പുറത്താക്കാൻ പോകുന്നു, നടപടിയെടുക്കാൻ പോകുന്നു? നിങ്ങളുണ്ടാക്കിയ പത്രക്കാരുണ്ടാക്കിയതല്ലേ? നിങ്ങൾ ആശ്വസിച്ചോളൂ. ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല. പക്ഷെ അതിന് ആയുസ് കുറവായിരിക്കും. അത് തന്നെ ദുരുദ്ദേശപരമായൊരു ചോദ്യമാണ്. അങ്ങനെ ചോദ്യത്തിന് തന്നെ ഇവിടെ പ്രസക്തിയില്ല. ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ മാറുന്നതല്ല തന്റെ രാഷ്ട്രീയമെന്ന് ഇ.പി. ജയരാജൻ ആവർത്തിക്കുന്നു. ഇത് BJP നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളതാണ്. തനിക്കെതിരെ നടപടി ഉണ്ടാകും, പാർട്ടി നടപടിയെടുക്കും എന്നുള്ള ആരോപണം വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നും ഇ.പി. ജയരാജൻ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായിരുന്നില്ല ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് എന്ന് പറയുന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ പേര് അനാവശ്യമായി വലിച്ചിഴക്കുകയുണ്ടായി ഈ വിഷയത്തിൽ. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നതെന്നും മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു.